لكن لنا فيه ظن بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആനിൻ്റെ ആശയപ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ റമളാൻ മാസത്തിൽ ടോപ്പിക്കൽ ഫങ്ഷണൽ സയൻസിൽ നിന്നും മാറി നമ്മൾ സ്റ്റഡീഡ് സയൻസിലേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ചില തിയററ്റിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക്, വിസ്ഡം ഫോക്കസിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സെഷനോടുകൂടെ മാറുകയാണ്. നമ്മളെല്ലാവരും സ്ക്രീനിൽ കണ്ട വീഡിയോ നമുക്ക് അറിയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു അലക്കിലെ ആദ്യത്തെ 5 ആയത്തുകളുടെ ഒരു അറബിക് ടെക്സ്റ്റും അതിൻ്റെ ആശയവും ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട, ആദ്യമായി വഹി ഇറങ്ങിയ 6236 ആയത്തുകളിലെ ആദ്യത്തെ 5 വഹി ഇറക്കപ്പെട്ട 5 ആയത്തുകളിലെ ആദ്യത്തെ പദത്തിന്റെ ശാസ്ത്രീയത, പുതിയ കാലം, പുതിയ നൂറ്റാണ്ട്, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച വസ്തുതകൾ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ഈ ഒരു സാഹചര്യം, അതായത് ഈ വിശുദ്ധ ഖുർആനിലെ ഈ പറയപ്പെടുന്ന ആയത്തുകൾ ഇറങ്ങിയ ഒരു സാഹചര്യം, ഇറക്കപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർത്തിയാവുന്നു, 40 വയസ്സ് ആരംഭിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആരോരുമില്ലാത്ത എത്രയോ ഉയരത്തിൽ കിടക്കുന്ന ഹിറാ ഗുഹയിൽ അവിടെ പോയി തപസ്സിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ ഇരുത്തം തുടർച്ചയായി തുടർന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു. ആ കടന്നു വരുന്ന രംഗത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തില് പേടിച്ചു പോയിട്ടുണ്ട്. കാരണം ഒരു മലക്കിനെ ആദ്യമായിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുമ്പിലേക്ക് കാണുന്നത്. എന്താണിത് സംഭവിക്കുന്നത് എന്ന് റസൂലിന് അറിയില്ലായിരുന്നു. എന്താണ് നടക്കാൻ പോകുന്നത് എന്നും റസൂലിന് അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലക്ക് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. ആ മലക്ക് പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്നായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ നിരക്ഷരനാണ്, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുകയും അണച്ചു കൂട്ടി പിടിക്കുകയും അങ്ങനെ പിടിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിലാവത്ത് ചെയ്യപ്പെടുകയും ആ ഒരു വഹീന്റെ അവതരണത്തിന് ശേഷം മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അപ്രത്യക്ഷമാവുകയും പേടിച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന് ഖദീജ ബിവിയുടെ അടുത്തേക്ക് പോയി സമ്മിലൂനി യാ ഖദീജ എന്ന് പറയുകയും അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഹി ഇറങ്ങിയ ഇതിനു ശേഷം ധാരാളം കാലത്തേക്ക് വഹി നിലച്ചു പോയതുമായ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ഇറങ്ങിയ, ആദ്യമായി നുബുവത്ത് ലഭിച്ച ഒരു സംഭവമായിരുന്നു നമ്മൾ ശ്രവിച്ചത്. ഹിറാ ഗുഹയുടെ ഉള്ളിലേക്ക് പോയാൽ നമുക്കറിയാൻ പറ്റും, വളരെ ഇടുങ്ങിയ ഒരു സ്ഥലം, അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം. ഇവിടെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1400 വർഷങ്ങൾക്ക് മുൻപ് ഇറക്കപ്പെട്ട ആയത്തുകളിലെ ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകളിലേക്ക്, ആധുനിക ശാസ്ത്രം വിരൽ ചൂണ്ടിയ പഠനങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അത് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി വായന എന്നത്,
അല്ലെങ്കിൽ വായിക്കുക എന്നത്, വായിച്ചുകൊണ്ടിരിക്കുക എന്നത് തീർച്ചയായും ഞാനിത് പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുന്ന ചില ആദ്യത്തെ കുറച്ച് പോയിന്റ്സ്, അതിനുശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പഠനം, ഇതിലേക്ക് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ആദ്യമായി വായിക്കുന്ന ഒരാൾക്ക്, എല്ലാ ദിവസവും ഒരു 10 പേജെങ്കിലും വായിക്കുന്ന ഒരാൾക്ക്, അത് വിശുദ്ധ ഖുർആനാവട്ടെ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളാവട്ടെ, ഞാൻ പറയുന്നത് ഡിജിറ്റൽ വായനയല്ല, മറിച്ച് പുസ്തക വായന. ഡിജിറ്റൽ വായനയല്ല, ഫേസ്ബുക്കിലുള്ള വായനയല്ല, വാട്സപ്പിലുള്ള വായനയല്ല, ഇന്റർനെറ്റിലുള്ള സ്ക്രീൻ വായനയല്ല, സ്ക്രീൻ റീഡിങ്ങേ അല്ല, മറിച്ച് പുസ്തക വായന എന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വർദ്ധിപ്പിക്കും എന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള പഠനം നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ എൻഹാൻസ്ഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എൻഹാൻസ്ഡ് ആവും, അങ്ങനെയും പറയുന്നുണ്ട്. ഇൻക്രീസ്ഡ് നോളജ്, വായിക്കുന്നത് മൂലം സ്വാഭാവികമായും നമുക്ക് അറിവ് ലഭിക്കുന്നു. അതേ രൂപത്തിൽ തന്നെ വായന ഭാവന വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവന നമ്മുടെ മനസ്സിൽ, അത് ഭാവനയെ ത്രസിപ്പിക്കുന്നതാണ്. വിഷ്വലൈസ്ഡ്, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലാണ് നമ്മളത് കാണുന്നത്. പക്ഷെ നമ്മളൊരു സംഭവത്തെ വായിക്കുമ്പോൾ, ഒരു ചരിത്രത്തെ വായിക്കുമ്പോൾ, ആ ചരിത്രം അല്ലെങ്കിൽ ആ സംഭവം അല്ലെങ്കിൽ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഭാവന ചെയ്യപ്പെടുകയാണ്. ആ വായനയിലൂടെ ഭാവന നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. അതേ രൂപം സ്ട്രെസ് റെഡ്യൂസ് ചെയ്യപ്പെടും എന്ന് മറ്റൊരു പഠനം കാണാൻ പറ്റും ഈ വായന മൂലം. അതേ രൂപത്തിൽ ഇംപ്രൂവ്ഡ് സ്ലീപ്പ്, നമ്മുടെ ഉറക്കം, അത് ക്വാളിറ്റിയുള്ള ഉറക്കമായി വായിക്കുന്ന ആളുകൾക്ക് വളരെ ക്വാളിറ്റിയോടുകൂടി ഡീപ്പ് സ്ലീപ്പ് ഉറങ്ങാൻ പറ്റും എന്നും പറയുന്നു. പിന്നെ ക്രിയേറ്റിവിറ്റി, തലച്ചോറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് വായനക്കാർ, അവർ വായിക്കുന്ന ആളുകളാണ് കൂടുതലായി നമ്മൾ എഴുതുന്നതും കാണുന്നത്. മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് എംപതി, ഒരു കരുണാ മനോഭാവം, ആളുകളോട് പരസ്പരമുള്ള ഒരു സൗമ്യതാ മനോഭാവം വായിക്കുന്ന ആളുകളിൽ വളരെ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അതേപോലെ റെഡ്യൂസ്ഡ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ വരാനുള്ള എല്ലാ സിംറ്റംസും അത് കുറച്ചു കൊണ്ടുവരുന്നതായി വായനക്കാരിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഇംപ്രൂവ്ഡ് മെമ്മറി, നമ്മുടെ മെമ്മറി, ഓർമ്മശക്തി അത് വർദ്ധിക്കും വായിക്കുന്ന ആളുകൾക്ക് എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ആമുഖമായി നമ്മൾ സൂചിപ്പിച്ച ഹിറാ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ ആ ആയത്ത്, അതിലെ ആദ്യത്തെ പദം ഇഖ്റ എന്നതാണ്, വായിക്കുക എന്നതാണ്. അപ്പോ എങ്ങനെ ഈ വായിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പഠനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സ്റ്റഡി അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നത്, അത് 2016 സെപ്റ്റംബറിലാണ് ആ പഠനം പുറത്തു വരുന്നത്. നിങ്ങൾക്കൊരു സ്ക്രീനിൽ ഒരു ജേണലിലെ ഒരു പിക്ചർ കാണാൻ പറ്റും, സോഷ്യൽ സയൻസ് ആൻഡ് മെഡിസിൻസ്. ഇതൊരു ഇന്റർനാഷണൽ ജേണലാണ്. അത് ഇന്നും 2025 ഈ മാർച്ച് മാസത്തിൽ പോലും അമേരിക്കയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണലാണ് ദ ജേണൽ ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് മെഡിസിൻ. ഈ ജേണലിലെ 164-ാമത്തെ വാള്യത്തിൽ അന്നിറങ്ങിയ 2016 സെപ്റ്റംബർ ലക്കത്തിലെ 164-ാമത്തെ വാള്യത്തിൽ ഈ പഠനം പറയുന്ന ചില വസ്തുതകളിലേക്കാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ 3 ശാസ്ത്രജ്ഞന്മാർ, 3 സയന്റിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് വായനയെ പറ്റി പഠിക്കുകയാണ്. അവർ വായനയെ പറ്റി പല ഡോക്യുമെന്റ്സുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, നമ്മൾ സാധാരണ എക്സസൈസ് മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസിന് സാധാരണ നമ്മൾ ജിമ്മിലാണ് പോവുക. ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്, നടക്കുന്ന ആളുകളുണ്ട്, ഓടുന്ന ആളുകളുണ്ട്, വീട്ടിൽ നിന്ന് ലൈക്ക് സുജോക്കോ എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. പലതരത്തിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും കാണാൻ പറ്റും. നല്ലതാണ്, ബോഡിക്ക് നല്ലതാണ്. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും, 1 മണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യണം. ഈ രൂപത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ബോഡി അത് പ്രവർത്തനക്ഷമമാവുന്നു, ബോഡി നല്ലൊരു ലെവലിലേക്ക് എത്തുന്നു. ആ രൂപത്തിൽ വ്യായാമം തീർച്ചയായും നമ്മെ വലിയൊരു തരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണോ എക്സസൈസ് അനിവാര്യമായിട്ടുള്ളത്, അതേപോലെ ആർക്കും എക്സസൈസ് അനിവാര്യമുണ്ട്. നമ്മുടെ ബ്രെയിനിനും എക്സസൈസ് അനിവാര്യമുണ്ട്. ഹൗ ടു എക്സസൈസ് യുവർ ബ്രെയിൻ,
ഒരു ചോദ്യമാണത്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ബ്രെയിന്, ഹൗ ടു എക്സസൈസ് യുവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യിപ്പിക്കുക? ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷെ ബ്രെയിനിന്റെ എക്സസൈസ് എന്നത് ബോഡിയുടെ എക്സസൈസ്, മസിൽസിന്റെ എക്സസൈസ് ആണ്. പക്ഷെ ഇവിടെ ബ്രെയിനിന്റെ എക്സസൈസ് അത് ന്യൂറോൺസിലെ ടിഷ്യൂസിന്റെ വ്യായാമമാണ്. ബ്രെയിനിന്റെ എക്സസൈസ് ന്യൂറോണുകളുടെ ടിഷ്യൂസിന് വ്യായാമം ആവശ്യമാണ്. ബ്രെയിനിലെ ന്യൂറോണുകളുടെ ടിഷ്യൂസിന് വ്യായാമം ആവശ്യമാണ്, അനിവാര്യമാണ്. ഇതെങ്ങനെയാണ് ന്യൂറോണുകളുടെ ടിഷ്യൂസിന് വ്യായാമം? ആ വ്യായാമം എന്തിലൂടെയാണ് നടക്കുന്നത്? സയന്റിസ്റ്റുകൾ പറയാണ്, തലച്ചോറിന്റെ, ബ്രെയിനിന്റെ ന്യൂറോണുകളുടെ ടിഷ്യൂസിന്റെ വ്യായാമം നടക്കുന്നത് തീർച്ചയായും ബ്രെയിനിനത് സംഭവിക്കുന്നത് അത് വായനയിലൂടെയാണ്. വായിക്കുന്ന സമയത്ത് ബ്രെയിനിന് പുതുമ അനുഭവപ്പെടുന്നതാണ്. ബ്രെയിനിന്റെ ന്യൂറോൺസുകൾ ഫങ്ഷണലൈസ്ഡായി പ്രവർത്തനക്ഷമമായി പ്രവർത്തിച്ചു തുടങ്ങും. ഒരു മനുഷ്യൻ വായിക്കുന്ന സമയത്ത് ബ്രെയിന് കൊണ്ടാണ് അവൻ പണിയെടുക്കുന്നത്. അവൻ ചിന്തിക്കുന്നു, അവൻ ഭാവന നടത്തുന്നു, വായിക്കുന്ന അക്ഷരങ്ങളെ പിന്തുടരുന്നു. ആ അക്ഷരങ്ങളെ പിന്തുടരുന്ന സമയത്ത്, ഈ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ബ്രെയിനിന്റെ ന്യൂറോൺസുകൾ ചലിക്കുന്നു, പ്രവർത്തനക്ഷമമാവുന്നു. ന്യൂറോൺസുകളുടെ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള മോഷൻസ് അത് ന്യൂറോൺസിനെ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാര് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ന്യൂറോൺസുകൾ എല്ലാ ദിവസവും പുസ്തക വായിക്കുന്ന, അല്ലെങ്കിൽ ഖുർആനിനെ വായിക്കുന്ന, അല്ലെങ്കിൽ ഹദീസുകളെ വായിക്കുന്ന, അല്ലെങ്കിൽ കഥകൾ വായിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള നോവലുകൾ വായിക്കുന്ന, ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും വായിക്കുന്ന ആളുകളുടെ ബ്രെയിനിന്റെ ന്യൂറോൺസുകൾ അത് പ്രവർത്തനക്ഷമമാവുകയും ആ പ്രവർത്തനക്ഷമമാവുന്ന ന്യൂറോൺസുകൾ ഓരോ ദിവസവും പുതുമ അനുഭവിക്കുകയും ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഈ ന്യൂറോൺസുകൾ കൊണ്ടുപോവുകയും അങ്ങനെ അവസാനം ഈ പറയുന്ന വായന, നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്ത വായന, അത് ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ആ പഠനത്തിന്റെ ഹെഡിങ് ഇട്ടത്, ഈ ശാസ്ത്രജ്ഞന്മാർ, ഈ സയന്റിസ്റ്റുകൾ ഹെഡിങ് വെച്ചത് എ ചാപ്റ്റർ എ ഡേ അക്യുമെന്റ് ഓഫ് ബുക്ക് റീഡിംഗ് ആൻഡ് ലൈഫ് എന്നാണ്. ഇവിടെ വായിക്കുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള എവിഡൻസുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, 2016 സെപ്റ്റംബർ മാസം ഇറങ്ങിയ ഏറ്റവും പുതിയ പഠനമാണ്, ഈ പുതിയ കാലത്ത് ഇറങ്ങിയ പുതിയ പഠനമാണ്. ആ പഠനത്തിൽ പറയുന്നത് വായന അത് മനുഷ്യന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും എന്ന പഠനം ലോകത്തോട് ഭൗതിക ശാസ്ത്രത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള അമേരിക്കയിലെ, USA ചില ശാസ്ത്രജ്ഞന്മാര് അത് മുന്നോട്ട് വെക്കാണ്. പഠനങ്ങളുടെയും എവിഡൻസിന്റെയും അടിസ്ഥാനത്തിൽ അവരത് ലോകത്തോട് വിളിച്ചു പറയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആദ്യമായി നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പന ഇഖ്റ എന്നാണ്. ആ ഇഖ്റ എന്ന കൽപ്പന നമ്മൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുമ്പോൾ ഈ തരത്തിലുള്ള ഇത്രയും ബെനിഫിറ്റ്സുകൾ, അതിന്റെ കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ പഠനം, വായന ആയുസ് വർദ്ധിപ്പിക്കും, ഈ ന്യൂറോണുകളുടെ കണ്ടിന്യൂ ആയിട്ടുള്ള ചലനങ്ങളുടെ ഫലമായി ന്യൂറോൺസിനെ നിന്നും ചെറുപ്പം, ആ ചെറുപ്പം നിലനിർത്തുന്ന മൂലം ബ്രെയിനിൽ നിന്നും ചെറുപ്പം നിലനിർത്തുന്ന മൂലം ആ രൂപത്തിലുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മനുഷ്യന്മാരും മാറും. ആ രൂപത്തിൽ അവരുടെ ആയുസ് കൂടും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വായന അത് പല രൂപത്തിലുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് വായനയുണ്ട്, നമ്മുടെ ഇപ്പം പുസ്തക വായനയുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വായന പുസ്തക വായനയാണ്, ഈ പേജ് ആ രൂപത്തിലുള്ള വായനയാണ്. മറിച്ച് ഇന്റർനെറ്റ് വായന ഒരു ദുഃഖകരമായ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ സാഡായിട്ടുള്ള ഒരു ന്യൂസ് എന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ സ്ക്രീൻ വായന, അല്ലെങ്കിൽ ഡിജിറ്റൽ വായന, ഫേസ്ബുക്കിലുള്ള വായന, വാട്സപ്പിലുള്ള വായന, അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് മാഗസിനുള്ള വായന, സ്ക്രീൻ റീഡിങ്, അത് നമ്മുടെ ആയുസ് കുറക്കും എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. സോ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുകൂടെ ഈ ഒരു സമയത്ത് വിനീതമായി ഉണർത്തുകയാണ്. സോ ഏറ്റവും ആറ്റിക്കുറുക്കി നമ്മൾ ഇതിന്റെ ഒരു ബ്രീഫ് ക്രീം പറയുകയാണെങ്കിൽ, ഇത്രയും തരത്തിലുള്ള പ്രോഫിറ്റ്സുകൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ അള്ളാഹു ആദ്യമായി അവതരിപ്പിച്ച ഒരു ആയത്ത് ഇഖ്റ എന്ന വാക്യം മാത്രം, ആ കൽപ്പന മാത്രം ഇത്രയും ബെനിഫിറ്റ്സുകൾ നമുക്ക് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ, മെന്റലായിട്ട് നമ്മളെ ഹെൽത്ത് ആക്കുന്നുണ്ടെങ്കിൽ,
നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാവനയെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഡീപ്പ് സ്ലീപ്പിനെ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ എംപതിയെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മുടെ സിംറ്റംസ് ഓഫ് ഡിപ്രഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ആ ഒരു കർമ്മത്തിന്റെ പേരാണ് തീർച്ചയായും റീഡിംഗ് എന്നത്. അവസാനം ദ സോഷ്യൽ എന്ന ആ ഒരു അമേരിക്കൻ ജേണൽ പുറത്തിറക്കിയ ഈ ആയുസ് കുറയ്ക്കുമെന്ന പഠനം, ഏറ്റവും പുതിയ പഠനം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഈ വായനക്ക് ഇത്രയും അധികം അനന്തമായ സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിന്റെ ഒരു ഇരകൾ കൂടിയാണ്. തീരെ വായനയില്ലാത്ത ആളുകളായി ഞാനും കേൾക്കുന്ന നിങ്ങളും അടക്കം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യ ചുറ്റുപാടിൽ ഒരു ദിവസം ഒരു 10 പേജെങ്കിലും, ഒരു 5 പേജെങ്കിലും വായിക്കാനും, ഇപ്പം പ്രത്യേകിച്ച് ഖുർആൻ അത് തിലാവത്ത് ചെയ്യാൻ, ആ രൂപത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക്, വായന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, സ്ക്രീൻ റീഡിങ്ങിനെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഹാർഡ് റീഡിങ്ങിലേക്ക്, അതായത് പുസ്തക വായനകളിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ മക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, നമ്മുടെ ഫാമിലിയിലെ ആളുകളോട് എല്ലാവർക്കും ആയുസ്സിനെ അത് നീട്ടിക്കിട്ടും എന്നൊരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് ഒരു മുസ്ലിം ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റിയിലേക്ക് മാറുന്ന അതിമനോഹരമായ കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട്, പ്രൗഡ് ടു ബി എ മുസ്ലിമായി ജനിച്ചതിൽ അഭിമാനബോധം ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.